മലങ്കര സഭയുടെ വെബ്സൈറ്റ് വളരെ മനോഹരമായിരിക്കുന്നു, വളരെ പ്രൊഫഷണലാണ്. അതിന് വേണ്ടി വർക്ക് ചെയ്ത അച്ഛൻ്റെ എൻ്റയർ ടീമിനും ആദ്യമായി തന്നെ എല്ലാവക ആശംസകളും തരികയാണ്. എൻ്റെ വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒത്തിരി കമൻറ്റ്സ് നമ്മൾ ഐക്കോൺ പോലത്തെ ഫോറംസിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെയും പലരും പറയുന്നുണ്ട് അത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പം ഇത്തരം ഒരു വെബ്സൈറ്റ് അത് തുടങ്ങാനായിട്ടുള്ള ഇതും എന്തായിരുന്നു അതിൻ്റെ തുടങ്ങാനുള്ള കാരണങ്ങളും അതെങ്ങനെ തുടങ്ങി എന്നുള്ളതിനെക്കുറിച്ച് അച്ഛൻ അതിൻ്റെ വെബ് മാനേജറായിട്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയായിരിക്കും. അതൊന്ന് പറയാമോ? നമ്മുടെ സഭയുടെ പരിശുദ്ധ സുന്നോദോസിൻ്റെ ആഗ്രഹപ്രകാരമാണ് പ്രകാരം ഒരു വെബ്സൈറ്റ് തുടങ്ങുവാനായിട്ട് ഇടയായത്. പരിശുദ്ധ ബാവ തിരുമേനി കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ എനിക്ക് കൽപ്പന തരികയും സഭയ്ക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിനും അതിനെ പരിപാലിക്കുന്നതിനും വേണ്ടുന്ന ഒരു ചുമതല എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ഏകദേശം ഒരു 6 മാസത്തെ പരിശ്രമ ഫലമായിട്ട് ഒരു വെബ്സൈറ്റ് ഓഗസ്റ്റ് മാസം 8-ാം തീയതി പഴയ സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ സുന്നോദോസിൻ്റെ മധ്യത്തിൽ വെച്ച് നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഇന്ന് വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവാനുഗ്രഹത്താൽ വലിയ മുടക്കം കൂടാതെ അത് തുടരുന്നു. അങ്ങനെയാണ് സഭയ്ക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുവാനായിട്ട് ഇടയായത്. ഇതിനു വേണ്ടിയിട്ട് അനേകം പേര് പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സെമിനാരിയിൽ നിന്ന് അനേകം വിദ്യാർത്ഥികൾ ഇതിൻ്റെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. കോട്ടയത്തെ ഒരു പ്രമുഖ സ്ഥാപനമായ IPSR സൊല്യൂഷൻസ് ആണ് നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നത്. ഒരു ക്ലയൻ്റ് എന്നുള്ള നിലയിൽ അപ്പുറമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അവരിതിനു വേണ്ടി പരിശ്രമിക്കുകയും ഇന്നും അതിനുള്ള സഹകരണം തുടർന്ന് തരികയും ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭദ്രാസന തലങ്ങളിൽ അഭിമന്യ തിരുമേനിമാരും ഭദ്രാസന സെക്രട്ടറിമാരും അവരുടെ ഓഫീസും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ഡേറ്റ കളക്ഷന് വേണ്ടിയിട്ട് സഹകരിച്ചിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചത്. എന്നാൽ അതൊരു പൂർണ്ണമാണ് എന്ന് അവകാശപ്പെടുന്നില്ല. ഇനിയും അനേക കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുവാനായിട്ട് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഓരോ വൈദികരുടെയും പള്ളികളുടെയും വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഡയറക്ടറി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ വിവരങ്ങൾ തന്നെ നമുക്ക് കളക്ട് ചെയ്യാവുന്നിടത്തോളം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ പല പള്ളികളുടെയും അച്ഛന്മാരുടെയും വിവരങ്ങൾ വളരെ കുറവാണ്. ചിലരുടേത് അപൂർണമാണ്. ചിലതിനകത്ത് ചില തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ പടിപടിയായിട്ട് തിരുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കിട്ടുന്ന പല ഫീഡ്ബാക്കുകളിൽ നിന്നും പലരും അത് കണ്ടിട്ട് അതിൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടുന്ന കറക്ഷൻസ് അറിയിക്കുന്നുണ്ട്. അത് അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് നമ്മളത് പെർഫെക്റ്റ് ആക്കാനുള്ള ഒരു പരിശ്രമത്തിൽ ആണ്. അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ അത് പൂർണ്ണമാക്കാം എന്ന് വിശ്വസിക്കാം. ഇപ്പം നമ്മുടെ ഈ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 1 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ബാവ തിരുമനസിൻ്റെ കൽപ്പനയും അതുമൊക്കെ വെളിയിലുള്ള പള്ളികൾക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് കിട്ടുന്നു എന്നുള്ളതിലൊരു വളരെ സന്തോഷമുണ്ട്. അതുപോലെ നമുക്ക് ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ വേറെ എന്തൊക്കെയായിരുന്നു, അതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഒരു നല്ല ശതമാനം അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ആലോചന ഉണ്ടായപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാശയമായിരുന്നു സഭയിലെ വൈദികർക്കും സഭാസ്ഥാനികൾക്കും മെത്രാപ്പൊലീത്തന്മാർക്കും ഈ വെബ്സൈറ്റിൻ്റെ ഡൊമൈനോട് ചേർന്ന് ഒരു ഇമെയിൽ അഡ്രസ് കൊടുക്കുക എന്നുള്ളത്. അതിനനുസരിച്ച് ഗൂഗിളുമായിട്ടുള്ള സഹകരണത്തിൽ അതിന് വേണ്ടുന്ന ഇമെയിൽ ID കൾ നമ്മൾ വാങ്ങി അതുമായിട്ടുള്ള
കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അത് ഫലപ്രദമായിട്ട് ഓരോരുത്തരുടെയും കയ്യിലെത്തിക്കാനുള്ള ഒരു വീഴ്ച നമുക്ക് വന്നിട്ടുണ്ട്. അത് അധികം താമസിക്കാതെ അതിൽ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ ഒത്തിരിയും ഇൻഫർമേഷൻസ് ഉണ്ട്, പല സെക്ഷനുകളുണ്ട്, മേജർ സെക്ഷൻസ് ഉണ്ട്, മൈനർ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പലരും ഇപ്പം ഇതിലെല്ലാം ഒന്നും ചിലപ്പം കണ്ടു കാണില്ല. അപ്പോൾ അച്ഛൻ അതിൻ്റെ ആ മേജർ സെക്ഷൻസിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ. ഇതിനകത്ത് നമ്മുടെ മേജർ സെക്ഷൻസ് എന്ന് പറയുന്നത് സഭയുടെ കാതോലിക്കേറ്റിനെ കുറിച്ചുള്ള ഒരു സെക്ഷൻ ഉണ്ട്. സഭയുടെ ഭരണക്രമം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. സഭയുടെ വിശ്വാസ സംഹിതകളും സഭയുടെ ആരാധനാ രീതികളും വിവരിക്കുന്ന ദ ചേർച്ച് എന്ന് പറയുന്ന ഒരു സെക്ഷൻ അതിനകത്തുണ്ട്. അത് വളരെ ഇലാബറേറ്റ് ആയിട്ട് സഭയുടെ ചരിത്രം, വൈദിക സെമിനാരിയിലെ പ്രൊഫസറായിരിക്കുന്ന ബഹുമാനപ്പെട്ട TI വർഗീസ് അച്ഛൻ തയ്യാറാക്കിയ സഭയുടെ ചരിത്രം അത് വളരെ ഇലാബറേറ്റ് ആയിട്ട് തന്നെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച് സ്പിരിച്വാലിറ്റി, അതുപോലെ വിശ്വാസ സംഹിതകൾ, ലിറ്റർജി ഉണ്ട്, ലിറ്റർജിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് ബഹുമാനപ്പെട്ട MB ജോർജ് അച്ഛൻ എഴുതിയ വളരെ ബൃഹത്തായ ഒരു ആർട്ടിക്കിളുണ്ട്. ഉദാഹരണങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, പാട്ടുകൾ നിങ്ങൾക്ക് ഇതിനകത്തൂടെ കേൾക്കാവുന്നതാണ്. ആരാധന സംഗീതമുണ്ട്. അതോടൊപ്പം എക്യുമെനിക്കൽ റിലേഷൻസിനെ കുറിച്ചുള്ള ഒരു സെക്ഷനുണ്ട്. ഭദ്രാസനങ്ങളെ കുറിച്ചുള്ള ഒരു സെക്ഷനുണ്ട്. അത് കൂടുതലായിട്ട് അതിനകത്ത് ഡേറ്റ ഉൾപ്പെടുത്തുവാനായിട്ടുണ്ട്. വളരെ മിനിമം ഡേറ്റയെ ഇപ്പോൾ നമുക്കുള്ളൂ. കൂടുതൽ ഡേറ്റ ഉൾപ്പെടുത്തുവാനുള്ള സൗകര്യമുണ്ട്. അത് പടിപടിയായിട്ട് ഓരോ ഭദ്രാസനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് അത് ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സഭയിലെ പരിശുദ്ധന്മാരെ കുറിച്ചുള്ള വേറൊരു സെക്ഷൻ ഉണ്ട്. ഇതാണ് വളരെ മേജറായിട്ടുള്ള ഒരു സെക്ഷൻ. അതിനോടൊപ്പം നാം കൊടുത്തിരിക്കുന്നത് സഭയുടെ പ്രസ്ഥാനങ്ങളും ആത്മീയ സംഘടനകളും തുടങ്ങുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തിയോളജിക്കൽ സെമിനാരികളെക്കുറിച്ച് തന്നെ ഒരു സെക്ഷനുണ്ട്. ആത്മീയ സംഘടനകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലായിട്ട് ഗോസ്പൽ ടീമുകളുണ്ട്. സഭയുടെ ദിവ്യ സന്ദേശം തുടങ്ങിയ മീഡിയ, വിഷ്വൽ മീഡിയ സെക്ഷനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ വളരെ ചുരുക്കമായിട്ട് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. അതോടൊപ്പം തന്നെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സഭയുടെ പ്രസിദ്ധീകരണങ്ങൾ അത് ഒരു പൂർണ്ണമാണ് എന്ന് പറയാനൊക്കുകയില്ല. കാരണം സഭയ്ക്ക് വളരെയധികമായിട്ട് ഇന്ന് പബ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സെക്ഷൻ ഇതിനകത്തുണ്ട്. സഭയുടെ പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്ന പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. അതോടൊപ്പം തന്നെ സഭയിലെ പ്രസ്ഥാനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് വിവരിക്കുന്ന സെക്ഷനുണ്ട്. ഒരു ഡയറക്ടറി, വൈദികരുടെയും ഇടവകകളുടെയും വിവരങ്ങൾ ചുരുക്കമായിട്ട് കൊടുക്കുന്ന, വൈദികരുടെ ഫോട്ടോ സഹിതം കൊടുക്കുന്ന ഒരു ഡയറക്ടറി ഉണ്ട്. അതോടൊപ്പം തന്നെ സഭയ്ക്ക് ഉള്ള പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗമുണ്ട്. സഭയുടെ ഒരു ലെക്ഷണറി കൊടുത്തിട്ടുണ്ട്. ഒരു കലണ്ടർ, പഞ്ചാംഗത്തിന് തുല്യമായി ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ വളരെ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു സെക്ഷനാണ് FAQs, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ഇതിനെക്കുറിച്ച് ഒരു സാധാരണക്കാരന് ഉണ്ടാകാവുന്ന സംശയങ്ങളും അതിൻ്റെ മറുപടികളും വിവരിക്കുന്ന ഒരു സെക്ഷനാണ് FAQ എന്ന് പറയുന്ന സെക്ഷൻ. ഇത് വളരെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഭാഗമാണ്. ഇതിനെ കൂടാതെ സഭയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കൊടുക്കുന്ന ഒരു സെക്ഷൻ, ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് വളരെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കറണ്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വളരെ അടുത്തായിട്ട് തുടങ്ങിയ ഒരു സെക്ഷനാണ് ഡിവോഷണൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അതിനകത്തൂടെ നമ്മൾ ഒരു ബൈബിൾ സ്റ്റഡി എല്ലാ മാസവും
ആദ്യത്തെ ആഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യൂസ് അച്ഛനാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ദിവ്യ സന്ദേശം, സ്നേഹ സന്ദേശം തുടങ്ങിയ സഭയിലെ ഗോസ്പൽ ടീമുകളുമായിട്ട് സഹകരിച്ച് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു സന്ദേശം, അത് ഓഡിയോ ഫയലോ വീഡിയോ ഫയലോ എന്ന് തീരുമാനിച്ചിട്ടില്ല, അതുകൂടെ കൊടുക്കുവാനായിട്ട് സമീപഭാവിയിൽ കൊടുക്കാനായിട്ട് നാം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഈവൻറ്റുകളുടെ വീഡിയോ കൊടുക്കുന്ന ഒരു സെക്ഷൻ പുതുതായിട്ട് നാം തുടങ്ങിയിട്ടുണ്ട്. ഗാലറി എന്ന് പറയുന്ന സെക്ഷനിൽ ആണ് സഭയുടെ പല ഈവൻറ്റുകളെ സംബന്ധിച്ചും പള്ളികളെ സംബന്ധിച്ചുമുള്ള ചിത്രങ്ങളും വീഡിയോകളും കൊടുത്തിട്ടുണ്ട്. ഗാലറിയെ കുറിച്ച് പറയുമ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ സൈസിൽ നല്ലൊരു ശതമാനം ഈ ഗാലറിയാണ് എടുക്കുന്നത്. ഏതാണ്ട് ഒരു 600 MB സൈസ് ഇപ്പോൾ ഈ ഗാലറിക്ക് തന്നെ നമ്മുടെ സൈറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വിപുലമായിട്ട് ഫോട്ടോകൾ കൊടുക്കാനായിട്ടും അത് സൂക്ഷിക്കാനായിട്ടും നാം ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ ഇതിനകത്ത് കൈകാര്യം ചെയ്ത എല്ലാ ഈവൻറ്റുകളുടെയും ഫോട്ടോ ഇപ്പോൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അച്ഛനെ ഇതിൻ്റെ ഈ സെക്ഷൻസൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ പുതിയതായിട്ട് ഇതിലോട്ട് വരുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഒരു നാവിഗേറ്റ് ചെയ്യുന്ന ഇതെന്നൊന്ന് അച്ഛൻ കാണിക്കാം. ഇതിനകത്ത് ഉദാഹരണത്തിന് ഞാൻ ഈ ചർച്ച് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോകാം. ചർച്ച് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മെനൂസ് കൊടുത്തിട്ടുണ്ട്. സഭയെക്കുറിച്ചൊരു വളരെ ബ്രീഫായിട്ട് ഒരു ചെറിയ റൈറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാതോലിക്ക സിംഹാസനത്തെക്കുറിച്ച് ദ ത്രോൺ ഓഫ് സെയിൻറ്റ് തോമസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം എന്താണ് എന്ന് വളരെ ചുരുക്കമായിട്ട് പ്രതിപാദിക്കുന്ന വാട്ട് ഡു വി ബിലീവ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട്. ഈ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ഇതിലേക്ക് പോകാവുന്നതാണ്. അതുകൂടാതെ അത് കഴിഞ്ഞിട്ടാണ് ക്രീഡ്, സഭയുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് ഒരു സെക്ഷൻ, നമ്മുടെ സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ അതിനുശേഷം വരുന്നുണ്ട്. ഓറിയൻ്റൽ സഭകളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അടുത്ത ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സഭയുടെ ചരിത്രം വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഹിസ്റ്ററി എന്നുള്ള സെക്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ ഏതൊക്കെ പീരീഡ് ആണ് എന്നുള്ളതിന് വളരെ വിശദമായിട്ട് ഓരോ സെക്ഷനാക്കി സഭയുടെ ചരിത്രം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ സഭയുടെ തിയോളജി പ്രതിപാദിക്കുന്ന അടുത്ത സെക്ഷനുണ്ട്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ദ ബേസിക് ടെനൻസ്, ദ ഹോളി സ്ക്രിപ്ചർ ആൻഡ് ട്രഡീഷൻ, അങ്ങനെ തുടങ്ങി സഭയുടെ ക്രിസ്തുശാസ്ത്രം, ന്യൂമറ്റോളജി, പരിശുദ്ധ റൂഹായെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ്, എക്ലീസിയോളജി ഉണ്ട്, മിസ്സിയോളജി ഉണ്ട്, സഭയിൽ പരിശുദ്ധ കന്യകമറിയാമെന്നുള്ള സ്ഥാനത്തെ പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ട്. അതുപോലെ തന്നെ മറ്റ് സഭകളും മറ്റ് മതങ്ങളുമായിട്ടുള്ള ഡയലോഗിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സെക്ഷൻ. ഇങ്ങനെ സഭയുടെ തിയോളജിയെ പ്രതിപാദിക്കുന്ന ഒരു വിഷയം. അത് കഴിഞ്ഞിട്ടാണ് ലിറ്റർജി വരുന്നത്. ഇതിനകത്ത് ലിറ്റർജിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിറ്റർജി ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ്, അങ്ങനെ തുടങ്ങി ദ ഹോളി കുർബാന, ലിറ്റർജിക്കൽ മ്യൂസിക്, ലിറ്റർജിക്കൽ ഇയർ ആൻഡ് സീസൺസ്, ഫീസ്റ്റ് ആൻഡ് ഫെസ്റ്റിവൽസ്, അങ്ങനെ പല സെക്ഷനുകളിലായിട്ട് വിവരങ്ങൾ അവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റി, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സഭയുടെ നോമ്പും പ്രാർത്ഥനകളും അങ്ങനെ ഓരോന്നിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സെക്ഷൻ അങ്ങനെ അവിടെയുണ്ട്. വളരെ ബൃഹത്തായിട്ട് ഈ ഭാഗം കൈകാര്യം ചെയ്തിട്ടുണ്ട്.
ഇത് ഇനിയും നമുക്ക് കൂടുതൽ മാറ്റർ കിട്ടുന്ന വഴിക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് തന്നെ സാധിക്കും. നമ്മുടെ ലെവലിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്യാനായിട്ടും എഡിറ്റ് ചെയ്യാനായിട്ടുമുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്. ഇത് വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അത് ഇത് നല്ല ഓർഗനൈസേഷനാണ്, അതിൻ്റെ നല്ല ഇൻഫോർമേറ്റീവാണ് എന്നുള്ളതൊക്കെ ഒരു സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കമൻസാണ്. അതിൽ ഇതിന് വേണ്ടി വർക്ക് ചെയ്ത എല്ലാവരെയും ഒന്നുകൂടെ ഞങ്ങളത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ. നമ്മുടെ KM ജോർജ് അച്ഛൻ പോലത്തെ വളരെ വാല്യുബിളായിട്ടുള്ള അസറ്റ്സിൻ്റെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഈ ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ട് ഈ വെബ്സൈറ്റ് ഒരു സോഴ്സ് ആവുന്നുണ്ട്. അപ്പം നമ്മളിത് ഈ കൂടുതൽ ആൾക്കാരെ ഇതിൽ എഴുതാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ അതൊക്കെ ഏത് സെക്ഷനിലായിരിക്കും വരുന്നത്? അവർ കുറേ ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ. ഈ ആർട്ടിക്കിൾസ് നമ്മൾ ഇപ്പം ഇത് ഓരോന്നും ഓരോരോ ആർട്ടിക്കിളുകളാണ്. ഇതിൻ്റെ കണ്ടന്റ് അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ നമ്മളത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനിയും നമ്മൾ ഇങ്ങനെ ആൾക്കാരെ നമ്മൾ സമീപിക്കുന്നുണ്ട്. നല്ല എഴുതാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. അവരുടെ അവൈലബിൾ ഓൾറെഡി എഴുതപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് അവരുടെ പെർമിഷനോടുകൂടി നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഇതിനകത്ത് തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിൽ നമ്മളത് ലിങ്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഈ 25 ലക്ഷം ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കിടക്കുമ്പോൾ ഇവിടെ നടക്കുന്നതും പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്ന പരിപാടികൾ, ഇതിൻ്റെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ആൾക്കാർക്ക് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആ ഇത് കൊണ്ടുവരാനായിട്ട് ഈ വെബ്സൈറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത് എന്താണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേകിച്ച് മീഡിയ റിലേറ്റഡ്? ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ പരിമിതമായ റിസോഴ്സസ് വെച്ചാണ് ചെയ്യുന്നത്. ഇതിന് ഇപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഇവിടെ ദേവലോകത്ത് അതിനൊരു അരമനയിൽ അതിനൊരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ വളരെ സമയത്ത് ഒരു സ്റ്റാഫിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് പരിചയപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ പുറമെ നമ്മൾ ഓരോ ഭദ്രാസന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ തിരുമേനിയുടെ അനുവാദത്തോടെ സമ്മതത്തോടെ തിരുമേനി നിയമിക്കുന്ന ഒരു വ്യക്തി ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്നും ഡൽഹി ഭദ്രാസനത്തിൽ നിന്നും അമേരിക്കൻ ഭദ്രാസനത്തിൽ നിന്നും അതിനുവേണ്ടി ആളുകൾ നിയുക്തരായിട്ട് അവർ വളരെ പ്രശംസനീയമായ നിലയിൽ ആ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഡൽഹി ഭദ്രാസനങ്ങളിൽ നിന്ന് അവിടെ നടക്കുന്ന ഈവൻറ്റ്സ് അവർ വളരെ കാര്യക്ഷമമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസ് പലതും നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, തുമ്പമൺ, നിരണം എന്നീ ഭദ്രാസനങ്ങളിൽ നിന്ന് ആൾക്കാരെ എടുക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഉടനെ തന്നെ മറ്റ് ഭദ്രാസന കേന്ദ്രങ്ങളിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് വോളണ്ടറി ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുക്കാനായിട്ട് നാം ആഗ്രഹിക്കുന്നുണ്ട്. അത് പിന്നെ തിരുമേനിമാരുമായിട്ട് ആലോചിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോസും അങ്ങനത്തെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഇതുണ്ടോ? നമ്മളെങ്ങനെയാണ് ഒരു കണ്ടന്റ് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ടുള്ള എന്ത് ശ്രമം നടത്തുന്നുണ്ട്? കാരണം പല ഇൻഫ്രാസ്ട്രക്ചറാണോ ഉദ്ദേശിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പല വേറെ ഓരോ വെബ്സൈറ്റുകാർ ഇതിൻ്റെ പല വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം നമുക്കൊന്ന് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം. ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് ഫോട്ടോസ് ആയിരുന്നു പ്രധാനമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ വീഡിയോസിന് വളരെ ഒരു ആവശ്യകത കൂടി വരുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ആൾക്കാരെ വളരെ വീഡിയോ കാണാനായിട്ടാണ് കൂടുതൽ താല്പര്യം മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ പുതിയ ഒരു ക്രമീകരണം ഗൂഗിൾ വീഡിയോ അപ്ലോഡ് നടത്തിയിട്ട് അത് നമ്മുടെ സൈറ്റിൽ എംബഡ് ചെയ്ത് കാണാനായിട്ട് ഒരു ക്രമീകരണം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പല ഈ മീഡിയ റിലേറ്റഡ് ആയിട്ട്
ചെയ്യുന്ന പല സൈറ്റുകളുമായിട്ട് സഹകരിച്ച്, ഉദാഹരണത്തിന് ഇപ്പം ഐക്കണിൻ്റെ സൈറ്റ് തന്നെ ഐക്കണുമായിട്ട് സഹകരിച്ചും, ഇപ്പോൾ തന്നെ ഐക്കണുമായിട്ട് പല കാര്യങ്ങളിൽ സഭയുടെ സേവനം, ഐക്കണിൻ്റെ സേവനം സഭാ വെബ്സൈറ്റിന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നും മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള സഭയുടെ ഔദ്യോഗികവും അല്ലാത്തതുമായ ഇതിൽ നിന്ന് വീഡിയോസ് നമ്മുടെ സൈറ്റിലേക്ക് എംബഡ് ചെയ്യാനുള്ള ഒരു ആലോചനയുണ്ട്. അതിനായിട്ട് ഉടനെ തന്നെ അങ്ങനെ അതിൻ്റെ ഭാരവാഹികളുമായിട്ട് ചർച്ചകൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ അതിൻ്റെ നമുക്കൊരു ക്യാമറ കമ്പ്യൂട്ടറും വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പം ഇത്രയും കേട്ടിടത്തോളം ഇത് വളരെ ഒരു വാസ്റ്റ് പ്രോജക്റ്റാണ്. ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പം വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള പല രാജ്യങ്ങളും ഇവിടെയും വെളിയിലുമായിട്ടുള്ള ഫ്രണ്ട്സ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? തീർച്ചയായിട്ടും ഉത്തരവാദിത്വത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരെ ഇതിനായിട്ട് സഹകരിപ്പിക്കാൻ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ തന്നെ പലര്, ഉദാഹരണത്തിന് ഓക്ലൻഡിൽ നിന്ന് സുനു ഇതിൻ്റെ പല കാര്യങ്ങളുമായിട്ട് സഹകരിച്ച് പല ക്രിയേറ്റീവായിട്ടുള്ള സജഷൻസും തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹം സഹകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐക്കണിൻ്റെ ബഹുമാനപ്പെട്ട എബ്രഹാം സാറ്, അതിനോട് ചേർന്നുള്ള ടീം അംഗങ്ങൾ പലരും ഇതിൻ്റെ സഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനോട് സഹകരിക്കാൻ താല്പര്യമുള്ളവരെ അതനുസരിച്ചുള്ള ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സ് അതിനകത്ത് വെബ് മാനേജർ എന്ന ഇമെയിൽ ID-യിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാവുന്നതാണ്. കഴിയുന്നതും വേഗം തന്നെ, ഞാൻ കഴിയുന്നതും ഒരു ഇമെയിലും മറുപടി കൊടുക്കാതെ വിടത്തില്ല. അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ താല്പര്യം അറിയിച്ചാൽ അതിനുള്ള ഒരു ക്രമീകരണം നമുക്ക് ചെയ്യുന്നതിൽ ഇങ്ങേറ്റത്തെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു കണ്ടൻറ് എഡിറ്റിംഗ് ഒരു സെക്ഷനിൽ നമുക്ക് ആവശ്യമുണ്ട്. നല്ല ഇംഗ്ലീഷ് പരിജ്ഞാനവും സഭയുടെ കാര്യങ്ങളുമായിട്ട് അറിവുമുള്ള, താല്പര്യമുള്ള, ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കതിനുള്ള സഹകരിക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും ഉണ്ട്. അത് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് ഈ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വർക്ക് ചെയ്യുമ്പം നമുക്ക് അവർക്ക് എല്ലാവർക്കും കൂടി കൊളാബറേറ്റ് ചെയ്യാനായിട്ട് നമുക്കിപ്പം എന്തെങ്കിലും ടൂൾസൊക്കെ ഉണ്ടോ? അതോ ടൂൾസ് എന്ന് ഉദ്ദേശിച്ച് ഇപ്പം ഒരാൾക്ക് വോളണ്ടിയർ ചെയ്യണം, അവർ എന്തുവാണ് ചെയ്യുന്നത്? ഇത് കണ്ടന്റ് എഴുതി അയച്ചു തന്നാൽ മതിയോ, അതോ അവർക്ക് നേരിട്ട് ലോഗിൻ ചെയ്യാൻ? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കും. ഒന്ന്, അവർക്ക് കണ്ടന്റ് ഇമെയിൽ വഴി നമുക്ക് അയച്ചാൽ ഞങ്ങൾക്ക് ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ ഡയറക്റ്റ്ലി ഇവർക്ക് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഇവിടുന്ന് എനിക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് ആ യൂസർ നെയിമും അക്കൗണ്ടും ഞാൻ അങ്ങോട്ട് തന്നാൽ അവർക്ക് അവരുടെ അക്കൗണ്ടിൻ്റെ പരിമിതി അനുസരിച്ച് ഒന്നുകിൽ അവർക്ക് സൈറ്റിനകത്തേക്ക് ഡയറക്റ്റായിട്ട് ഇത് ചെയ്യാം. എന്നാൽ അത് ഒന്ന് വ്യൂ ചെയ്തത്, ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്രമീകരണം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അച്ഛൻ ഇതിൻ്റെ ആ ഇമെയിൽ ID പറഞ്ഞത് വെബ് മാനേജർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഇമെയിൽ ID എന്താണ്? webmanager@mosc.in. അപ്പം നമുക്കിപ്പം ഈ സൈറ്റിന് ഒന്നിൽ കൂടുതൽ ഡൊമൈൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, ഏതൊക്കെയാണ് അതിൻ്റെ? മലങ്കര ഓർത്തഡോക്സ് ചർച്ച്.in എന്ന ഒരു ഡൊമൈനാണ് ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അത് പലപ്പോഴും ടൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. MOSC.in എന്നുള്ള ഒരു ഡൊമൈനും കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര ഓർത്തഡോക്സ് ചർച്ച്.net എന്ന ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു വ്യാപകമായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടില്ല. ഈ 3 ഡൊമൈനാണ് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞെന്ന് വളരെ സന്തോഷമുണ്ട്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ എന്തൊക്കെ ഒരു ഫോർവേഡ് ലുക്കിംഗ് തോട്ട്സ് എന്തൊക്കെയായിരിക്കും? എന്ത് ചെയ്യണം എന്നാണ് അച്ഛൻ്റെ ഒരു ആഗ്രഹം ഇതിനെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ? ഈ വെബ്സൈറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടായ ഒരു ആഗ്രഹം എന്ന് തന്നെ ഇപ്പോൾ പറയുന്നു. ഇതിനെ ഒരു
ഓർത്തഡോക്സ് സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു പോർട്ടലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിലുള്ള ഒരാഗ്രഹം. അതിൻ്റെ പ്രാരംഭ നടപടിയായിട്ട് ഭദ്രാസനങ്ങൾക്ക് ഒരു സബ് ഡൊമെയിൻ തലത്തിലുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അമേരിക്കൻ ഭദ്രാസനം ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്നും അതിനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു സബ് ഡൊമെയിൻ, ഉദാഹരണം പറഞ്ഞാൽ america.moc.in എന്ന ഒരു ഇതായിരിക്കും. അത് പക്ഷേ ഇതിൻ്റെ ഒരു സബ് ഡൊമെയിനായിട്ട് വരും. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് അവരുടേതായ രീതിയിൽ ഒരു വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള ഫുൾ റൈറ്റ് അവർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ അത് സഭയുടെ ഒരു മെയിൻ വെബ്സൈറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് അത് നിലകൊള്ളും. ഇത് സഭയുടെ പ്രസ്ഥാനങ്ങൾക്കും ആത്മീയ സംഘടനകൾക്കും ഒക്കെ ആയിട്ട് വികസിപ്പിച്ച് ഇത് ഒരു പോർട്ടൽ എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പം വേറെ ഓരോ സൈറ്റുകൾ ഉണ്ടെങ്കിൽ അവർ ലിങ്ക്സൊക്കെ അയച്ചു തന്നാൽ നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ? ലിങ്ക്സ് അയച്ചു തന്നാൽ ആഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാ ലിങ്കുകളും നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യുന്നില്ല. അതിനൊരു ഉത്തരവാദിത്വത്തോടെ പെരുമാറുന്ന പ്രസ്ഥാനങ്ങളുടെ ലിങ്കുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് അത് ചെയ്യുന്ന സന്തോഷമേ ഉള്ളൂ. അത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും നല്ലൊരു വെബ്സൈറ്റ് മലങ്കര സഭയ്ക്ക് ഉണ്ടെന്ന് ഉള്ളതിൽ പലരും ഞങ്ങളുൾപ്പെടെ എല്ലാവരും അഭിമാനിക്കുന്നു. ഇത്രയും നല്ലൊരു ഇത് ചെയ്യുന്ന അച്ഛനും ടീമിനും ഒന്നുകൂടെ ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇനിയും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഒരു കാര്യം കൂടെ പറയുന്നത്, ഇത് എൻ്റെ ഒരു കഴിവല്ല. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും പരിശുദ്ധ ഭാവതിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ടും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഇപ്പോഴും സഹകരിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ സഭയുടെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയും സഹകരണവും അനുഗ്രഹവും കൊണ്ടാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും അതങ്ങനെയുള്ള സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാവണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു.